പ്രിയമുള്ളവരെ, ശശിധരൻസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോ വളരെ പരിമിതികളോടുകൂടിയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. കണ്ണിൻ്റെ ഓപ്പറേഷൻ ഉണ്ട്. 73 വയസ്സായി. കണ്ണിൻ്റെ ഓപ്പറേഷൻ 22-ാം തീയതി ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴൊന്നും ഗൂഗിളിൽ സെർച്ച് ചെയ്യാനോ പാട്ട് എടുക്കുവാനോ പഠിക്കുവാനോ പറ്റില്ല. പെട്ടെന്നൊന്ന് പാടണമെന്ന് തോന്നി പാടി. 350 ലൈക്ക് കിട്ടി. നല്ല കുറച്ച് ലൈക്കല്ല, വ്യൂസ് കിട്ടി. കുറേശ്ശെ ലൈക്സും കിട്ടി. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ എഴുതി, പ്രായം കൂടുതലായത് കൊണ്ടാണ്, അല്ലെങ്കിൽ പച്ചത്തെറി വിളിക്കും. അപ്പോൾ ഈ തെറി വിളിക്കാനുള്ള ഒരു മാധ്യമമാണോ ഈ സോഷ്യൽ മീഡിയ എന്ന് തോന്നിപ്പോയി. ഏതായാലും ഇതുകൊണ്ട് ഇതെന്തെന്ന് ഈ ഫോണിൻ്റെ മങ്ങല, ഇതെൻ്റെ കണ്ണിൻ്റെ മങ്ങലല്ല, ഈ ഫോണിൻ്റെ മങ്ങലാന്ന് തോന്നുന്നു. ഏതായാലും ജയവിജയന്മാർ രണ്ടുപേരും കഴിഞ്ഞ ഈ സമയത്ത് അവർ സംഭാവന ചെയ്ത ഒരു പാട്ട് പാടുവാൻ ആഗ്രഹിക്കുന്നു. രാധതൻ പ്രേമത്തോടാണോ. രാവിലെ ആകുമ്പോൾ കുറച്ച് ശബ്ദത്തിന് കുറച്ചൊരു കട്ടി കിട്ടും, അതുകൊണ്ടാണ് ഈ രാവിലെ തന്നെ പാടുന്നത്. ഏതായാലും ഞാൻ ഇന്നത്തെ തീയതി വരെ ഒരാളെയും സോഷ്യൽ മീഡിയയിൽ തെറി വിളിച്ചിട്ടില്ല. നേരിട്ട് വിളിച്ചിരുന്നു എൻ്റെ മക്കളെ, അല്ലാണ്ട് പുറമെയുള്ളവരെ ഇതുവരെ ആരും വിളിച്ചിട്ടില്ല. മക്കൾ നേരെ നടക്കാതിരിക്കുമ്പോൾ ചിലപ്പോൾ തെറിയെല്ലാം വിളിക്കേണ്ടി വരും. കാരണം നമ്മുടെ വ്യക്തിത്വം നമ്മൾക്കുള്ളതാണ്, അത് മറ്റുള്ളവർക്ക് പണയം വെക്കാനുള്ളതല്ല. അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ തെറി വിളിക്കേണ്ടി വരുന്നത്. നേരെ മറിച്ച് സോഷ്യൽ മീഡിയയിൽ ഇന്നത്തെ തീയതി വരെ 73 ഒരാളെയും തെറി വിളിച്ചിട്ടില്ല. തെറി വിളിക്കട്ടെ, എത്രയോ കാര്യങ്ങളുണ്ട്, പക്ഷെ അതിനൊന്നും മുതിരുന്നില്ല. കാരണം നമുക്കാരോടും ഫൈറ്റ് ചെയ്യാനൊന്നും കഴിയില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, സമൂഹത്തിൽ നല്ലവരുമുണ്ട്, കുശുംബന്മാരുമുണ്ട്. കുശുംബമായതല്ല, ആ പാട്ട് ഞാൻ തീരെ ഒരു നിലവാരമില്ലാത്ത ഇതിലാണ് പാടിയത്. എന്നാലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ നല്ല മനുഷ്യരായ ഉള്ളവർ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ പാട്ട് ഒന്ന് പാടാം. എൻ്റെ മുഖം കാണിക്കുന്ന രാവിലെ തന്നെ കാണാൻ പറ്റാത്ത മുഖമാണ്, കാരണം ഒന്നും മേക്കപ്പ് ഒന്നുമില്ല, കുളിയൊന്നും കഴിഞ്ഞില്ല. ശരി, ഓക്കെ, നാളെ പാട്ട് പാടാം. രാധതൻ പ്രേമത്തോട്, മയിൽപ്പീലി എന്ന ഇതിലാണെന്ന് തോന്നുന്നു. ഇതൊരു ഹിന്ദു ഭക്തിഗാനങ്ങൾ എന്ന് പറഞ്ഞ ഒരു ബുക്കാണ്. ആ ബുക്കിലുള്ള പാട്ടാണ്. അതാണ് ഇപ്പം ഞാൻ നോക്കി പാടുവാൻ പോകുന്നത്. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ. പറയൂ നിനക്കേറ്റം ഇഷ്ടം, പക്ഷെ പകൽ പോലെ ഉത്തരം സ്പഷ്ടം. പറയൂ നിനക്കേറ്റം ഇഷ്ടം, പക്ഷേ പകൽ പോലെ ഉത്തരം സ്പഷ്ടം. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ. ശംഖുമില്ല കുഴലുമില്ല, നെഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് കാൽക്കൽ വീണലിയുന്നു. ശംഖുമില്ല കുഴലുമില്ല, നെഞ്ചിൻ്റെ ഉള്ളിൽ നീ നഗ്ന സംഗീതം, നിൻകാൽക്കൽ വീണലിയുന്നു. വൃന്ദാവന നികുഞ്ചങ്ങളില്ലാതെ നീ ചന്ദനം പോൽ മാറിലണിയുന്നു. വൃന്ദാവന നികുഞ്ചങ്ങളില്ലാതെ നീ ചന്ദനം പോൽ മാറിലണിയുന്നു. നിന്റെ മന്ദസ്മിതത്തിൽ ഞാൻ കുളിരുന്നു. പറയരുതേ രാധ അറിയരുതേ, ഇത് ഗുരുവായൂരപ്പ രഹസ്യം. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ. പറയൂ നിനക്കേറ്റം ഇഷ്ടം, പക്ഷേ പകൽ പോലെ ഉത്തരം സ്പഷ്ടം. ശംഖുമില്ല കുഴലുമില്ല, നെഞ്ചിൻ്റെ ഉള്ളിൽ നീ നഗ്ന സംഗീതം, നിൻകാൽക്കൽ വീണലിയുന്നു. വൃന്ദാവന നികുഞ്ചങ്ങളില്ലാതെ നീ
ചന്ദനം പോൽ മാറിലണിയുന്നു, നിന്റെ മന്ദസ്മിതത്തിൽ ഞാൻ കുളിരുന്നു. പറയരുതേ രാധ അറിയരുതേ, ഇത് ഗുരുവായൂരപ്പ രഹസ്യം. രാധ തൻ പ്രേമത്തോടാണ് കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണ്, പറയൂ നിനക്കേറ്റം ഇഷ്ടം. പക്ഷെ പകൽ പോലെ ഉത്തരം സ്പഷ്ടം. കൊട്ടുമില്ല കുഴലുമില്ല, നെഞ്ചിൽ തുടയ്ക്കും ഇടക്കൈലൻ സംഗീതം. പഞ്ചാഗ്നി പോൽ ജ്വലിക്കുന്നു, കൊട്ടുമില്ല കുടവുമില്ല, നെഞ്ചിൽ തുടിക്കും ഇടക്കൈലൻ സംഗീതം. പഞ്ചാഗ്നി പോൽ ജ്വലിക്കുന്നു, സുന്ദരമേഘച്ചാർത്തെല്ലാം അഴിച്ചു നീ നിൻ തിരുമേയ് ചേർത്ത് പുൽകുന്നു. സുന്ദരമേഘച്ചാർത്തെല്ലാം അഴിച്ചു നീ നിൻ തിരുമേയ് ചേർത്ത് പുൽകുന്നു, നിന്റെ മധുരത്തിൽ ഞാൻ വീണുറങ്ങുന്നു. പറയരുതേ രാധ അറിയരുതേ, ഇത് ഗുരുവായൂരപ്പ രഹസ്യം. കൊട്ടുമില്ല കുടവുമില്ല, നെഞ്ചിൽ തുടിക്കും ഇടക്കൈലൻ സംഗീതം. പഞ്ചാഗ്നി പോൽ ജ്വലിക്കുന്നു. സുന്ദരമേഘച്ചാർത്തെല്ലാം അഴിച്ചു നീ നിൻ തിരുമേയ് ചേർത്ത് പുൽകുന്നു, നിന്റെ മധുരത്തിൽ ഞാൻ വീണുറങ്ങുന്നു. പറയരുതേ രാധ അറിയരുതേ, ഇത് ഗുരുവായൂരപ്പ രഹസ്യം. രാധ തൻ പ്രേമത്തോടാണ് കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണ്. രാധ തൻ പ്രേമത്തോടാണ് കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണ്. രാധ തൻ പ്രേമത്തോടാണ് കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണ്. പ്രിയമുള്ളവരെ, ഈ ഭക്തിഗാനത്തിൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി വേറൊരു വീഡിയോ ഇടാൻ പറ്റുമോ എന്നറിയില്ല. വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെയാണ്, ഭാര്യയ്ക്ക് സുഖമില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ശശിധരൻസ് വ്ലോഗ് എന്ന എൻ്റെ ചാനൽ എല്ലാവരും നല്ലവരായ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.